ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ C++ൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പം ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ക്ലാസ് ഉണ്ട്. അത് ഡിസ്കഷൻ സെക്ഷനാണ്. അതായത് നമ്മൾ ഈ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, അതിൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഞാൻ, അപ്പോൾ അതിൻ്റെ ആൻസർ പറയണം. പിന്നെ ഞാനിതിന് മുന്നേ ഒരു എക്സാമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും അങ്ങോട്ട് നമ്മൾ ഇതുപോലെ പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കയറുമ്പോൾ. അപ്പോൾ ഇതുവരെയുള്ള ഓരോ ക്ലാസ്സിലും ഞാൻ വീണ്ടും പറയുകയാണ്, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാൻ റെഡിയാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് പഠിച്ചത്? C++ൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അതായത് അഡീഷണലായിട്ട് നമ്മൾ സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണലായിട്ട് നമ്മൾ പഠിച്ച കുറച്ച് ഓപ്പറേറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് അല്ലേ. ഇനി നമുക്കൊരു ചെറിയ മൂന്ന് ടോപ്പിക്സും കൂടിയേ ഉള്ളൂ ഫസ്റ്റ് മോഡ്യൂളിൽ. ബാക്കി മോഡ്യൂൾ കമ്പയർ ചെയ്യുമ്പം മൊത്തത്തിൽ ഈസിയാണ്. എല്ലാം കുറച്ചേ പഠിക്കാനുള്ളൂ. ഇൻഡെപ്തായിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് കയറുന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു സ്പെഷ്യൽ ഫങ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഒന്നാമത്തത് ഇൻലൈൻ ഫങ്ഷൻ. നിങ്ങൾ ഫങ്ഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഫങ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫങ്ഷൻ്റെ ഡെഫിനിഷൻ, ഡിക്ലറേഷൻ, കോള് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ C പ്രോഗ്രാമിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഒരു സ്പെഷ്യൽ ഇൻലൈൻ ഫങ്ഷൻ പഠിക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ 2 ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് പഠിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റും മൂന്നാമത്തത് കോൺസ്റ്റൻറ്റ് ആർഗ്യുമെൻറ്റ് ഓർ കോൺസ്റ്റ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഇനി 3 ടോപ്പിക്സാണ് ഇന്ന് കവർ ചെയ്യുന്നത്. കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ. ഇതുകൂടി കഴിയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, എന്താണ് ഇൻലൈൻ ഫങ്ഷൻ, എന്താണ് ഒരു ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ്, എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് ആർഗ്യുമെൻറ്റ് നോക്കാം. ഫസ്റ്റത്തെ വാട്ട് ഈസ് ഇൻലൈൻ ഫങ്ഷൻ. നിങ്ങൾ എന്താണ് ഫങ്ഷൻ എന്നറിയായിരിക്കുമല്ലോ. എന്താണ് ഫങ്ഷൻ എന്ന് പറയുന്നത്? ഫങ്ഷൻ ഈസ് എ പീസ് ഓഫ് കോഡ് അല്ലേ. നമ്മൾ പ്രോഗ്രാമിലെ ഒരു പീസ് ഓഫ് കോഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് പീസ് ഓഫ് കോഡ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ്റെ യൂസ് എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ ഗിവൺ ടാസ്ക്. എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻ പ്രോഗ്രാമിനെ ഡിഫറെൻറ്റ് ടാസ്കുകളായിട്ട് അല്ല ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഈച്ച് സ്പെഷ്യൽ പാർട്സിന് പറയുന്ന പേരാണ് എന്ത്, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അറിയാമല്ലോ. ഒരു ഫങ്ഷന് എന്തൊക്കെ പാർട്സാണുള്ളത്. നമ്മളൊരു സ്ട്രക്ചർ ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഫങ്ഷൻ എന്തൊക്കെ സ്ട്രക്ചർ ഉണ്ടാവും എന്നാണ് പഠിച്ചത്. ഫങ്ഷന് എന്തൊക്കെയുണ്ട്? ഫങ്ഷൻ ഹാസ് 3 പാർട്സ്. ഫസ്റ്റത്തെ പാർട്ടിന് എന്താ പറയുക, ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്, അല്ലെങ്കിൽ ബേസിക് നിങ്ങൾ അറിയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഒരു റിവിഷൻ പോലെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെ ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയും. പിന്നെ ഫങ്ഷൻ എന്തുണ്ട്? ഫങ്ഷൻ്റെ ഡെഫിനിഷനുണ്ട്. ഫങ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ ഫങ്ഷൻ്റെ ബോഡി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഫങ്ഷൻ്റെ പാർട്ടിന് എന്താ പറയുക, ഫങ്ഷൻ കോൾ അല്ലേ. ഇപ്പോൾ ഫങ്ഷന് 3 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫങ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഫങ്ഷൻ കോൾ. ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അത് എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടല്ലോ. വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫങ്ഷൻ്റെ ഒരു ഐഡിയ അറിയാം. എങ്ങനെയാണ് ഫങ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, എങ്ങനെ കോൾ ചെയ്യുന്നു, എന്താണ് ഫങ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ അതിനുള്ള ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്താണ് പാസ് ബൈ വാല്യൂ, എന്താണ് പാസ് ബൈ റെഫറൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ C++ൽ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്ന ഒരു പുതിയ ഫങ്ഷനാണ് ഇൻലൈൻ ഫങ്ഷൻ. ഇൻലൈൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈനിൽ നമ്മൾ ഒരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്, ഇൻലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻലൈൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അതിനു മുന്നേ നിങ്ങൾ ഫങ്ഷൻ പഠിച്ചിട്ടുണ്ടോ? അതായത് സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മളൊരു ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതൊരു ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ആ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ പോയിൻറ്റ്സ് വായിച്ചുതരാം. ഓക്കെ, one of the objective of using function in a program is to save some memory space, which becomes appreciable when function is like to be called many times. However, every time a function is called, it takes
a lot of extra time in executing a series of instructions for tasks such as jumping to the function, saving registers, pushing argument into the stack, and returning to the calling function. When a function is called, a substantial percentage of execution time may be spent in such overheads. അതായത് നമ്മൾ ഫംഗ്ഷനെ പഠിക്കുമ്പം അതായത് നമുക്ക് സിമിലർ ആയിട്ടുള്ള ടാസ്കുകളൊക്കെ പാർട്സായി ഡിവൈഡ് ചെയ്യുന്നതാണല്ലോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒരു ഇൻറ്റേർണലായിട്ട് എന്താ നടക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷൻ കോളിൽ നമ്മൾ ഇപ്പോൾ സപ്പോസ് വി ആർ കോളിങ് എ ഫംഗ്ഷൻ എ ഓഫ് ബി ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ഇതിനാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം കറസ്പോണ്ട് ഇതെന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞ ഫംഗ്ഷന് 3 പാർട്സ് ഉണ്ടെന്നല്ലേ. ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഒരു കോൾ മേഡ് ചെയ്താൽ ഫസ്റ്റ് കമ്പൈലർ എന്താ ചെക്ക് ചെയ്യാം, ഇങ്ങനൊരു ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അല്ലേ. ഇങ്ങനെ ഫംഗ്ഷൻ എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ, അതായത് ഒരു ഫംഗ്ഷൻ നെയിമും 2 ആർഗ്യുമെൻ്റ് ഉള്ള ഒരു ഫംഗ്ഷൻ എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് പോയി ചെക്ക് ചെയ്യും കമ്പൈലർ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫംഗ്ഷൻ ഇൻറ്റ് ഓഫ്, അതായത് ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, ഇൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഇൻറ്റ് എ ഇൻറ്റ് ബി എന്നോ ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കമ്പൈലർ പോയി. ഇത് ചെക്ക് ചെയ്തതിന് ശേഷം അതിന് എവിടെയെങ്കിലും അത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ എന്ത് വേണം? ആ ഫംഗ്ഷൻ ഒരു ബോഡി വേണം അല്ലേ. ഇൻറ്റ് ഫംഗ്ഷൻ ഓഫ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഒരു ബോഡി ഉണ്ടാവും, അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കമാൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയുണ്ടോ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനാണ് പോകുന്നത് അല്ലേ. ഇപ്പോൾ ശരിക്കും നമ്മൾ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് എന്താ, ഇത് കൂടുതലല്ല ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു അപ്പോഴൊക്കെ കമ്പൈലർ എന്ത് ചെയ്യും, ഫസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി എവിടെയുള്ളത് നോക്കും, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകും. അപ്പോൾ ശരിക്കും എന്താ CPU-ൻ്റെ ടൈം എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണോ ഫംഗ്ഷൻ കോൾ വരുന്നത് അപ്പോൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനിലേക്ക് പോകുന്നു, എന്നിട്ട് ഇതിൽ നിന്ന് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനിലേക്ക് പോകുന്നു. അങ്ങനെ കുറേ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് വെറുതെ കുറേ വേസ്റ്റ് ആവുന്നുണ്ട്. അതിപ്പോൾ വലിയ പ്രോഗ്രാമിലാണെങ്കിൽ ആലോചിച്ച് നോക്ക്. വലിയ പ്രോഗ്രാമിലാണെങ്കിൽ പിന്നെ നമുക്കത് വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കണ്ട. കാരണം വലിയ പ്രോഗ്രാമിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു ഫംഗ്ഷൻ കോൾ വരുമ്പം അത് പോയി എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ടൈം എടുക്കും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് സ്മോളർ പ്രോഗ്രാം, ചെറിയ സ്മോളർ പ്രോഗ്രാമിൻ്റെ കേസിലാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ ഫംഗ്ഷൻ കോൾ ഇങ്ങനെ മേഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് പോലെ ചെയ്യുന്നത്. അങ്ങനത്തെ കേസിൽ ഇതുപോലെ CPU യൂട്ടിലൈസേഷൻ, അത് CPU-ൻ്റെ എക്സിക്യൂഷൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫങ്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻലൈനായിട്ട് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്ത് വെക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു when a function is small, a substantial percentage of execution time may spent in such cases. അതായത് ഒരു ഫംഗ്ഷൻ സ്മോൾ ആണ്, അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് ഫംഗ്ഷൻ ഡിക്ലറേഷനിലും അതുപോലെ തന്നെ ഡെഫിനേഷനിലും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് വലിയൊരു എക്സിക്യൂഷൻ ടൈം ആയിരിക്കും വരിക, വലിയൊരു ഓവർ ഹെഡാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് എക്സിക്യൂഷൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള സ്മോളർ പ്രോഗ്രാംസിനൊക്കെ നമ്മൾ ഇൻലൈനായിട്ട് എന്ത് ചെയ്യുന്നു, ആ പ്രോഗ്രാംസിനെ നമ്മൾ മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് സ്മോളർ ഫംഗ്ഷൻസൊക്കെ കൂടുതൽ ടൈം CPU യൂട്ടിലൈസേഷൻ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മാത്രം നോക്കാം. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ഇൻലൈനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ഹാസ് എ സിൻടാക്സ് ദാറ്റ് ഫസ്റ്റ് വി ആർ പ്രൊവൈഡിങ് ദ കീവേഡ് ഇൻലൈൻ ആൻഡ് ഫോളോഡ് ബൈ ദ ഫംഗ്ഷൻ ഹെഡർ, ഫംഗ്ഷൻ ബോഡി. അതായത് നമ്മൾ സാധാരണ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ഇൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻറ്റ് ഫൺ ഓഫ് ഇൻറ്റ് എ എന്ന് പറയുന്നൊരു സിമ്പിൾ ഫംഗ്ഷൻ ഉണ്ട്, ഒറ്റ ആർഗ്യുമെൻ്റ് ഉള്ള. ഇങ്ങനെയാണ് നമ്മൾ, അതായത് ഒരു റിട്ടേൺ ടൈപ്പ്, അതിൻ്റെ ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, ഇങ്ങനെയല്ലേ കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ്റെ ബോഡിയും കൊടുത്തു അല്ലേ. അപ്പം ഇതുപോലുള്ള സ്മോളർ പ്രോഗ്രാംസിൻ്റെ തൊട്ട് മുന്നേ, അതായത് നമ്മൾ ആ കൊടുക്കുന്ന ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ്റെ റിട്ടേൺ ടൈമിൻ്റെ തൊട്ട് മുന്നേ ഒരു എക്സ്ട്രാ കീവേഡ് കൊടുത്താൽ മതി. ഇൻലൈൻ എന്ന് പറയുന്നൊരു കീവേഡ് കൊടുത്താൽ ആ ഫംഗ്ഷൻ എന്തായി, ഇൻലൈനായി. അപ്പോൾ ഇതുപോലുള്ള CPU ഓവർ ഹെഡ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെ കുറയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ എക്സാമ്പിൾ ഇതാ ഇവിടെ തന്ന എക്സാമ്പിൾ നോക്കൂ. ഇൻലൈന് ഡബിൾ ക്യൂബ് ഓഫ് ഡബിൾ എ, അതായത് ഇൻലൈൻ എന്ന് പറയുന്നത് ഇൻലൈൻ ഫംഗ്ഷനാണെന്നുള്ള ഡെഫിനിഷൻ്റെ കീവേഡാണ്. ഡബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്, ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം, ബ്രാക്കറ്റിൽ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്, ഒരു റിട്ടേൺ എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, ഫംഗ്ഷൻ്റെ ഇപ്പോൾ ക്യൂബ് ഓഫ്
5 അല്ലെ ക്യൂബ് ഓഫ് 7 അങ്ങനെയൊക്കെ എവിടെയൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷന് പിന്നെ കമ്പൈലറിന് അത് മനസ്സിലാവും ഇത് ഇൻലൈൻ, കാരണം നമ്മൾ ഇൻലൈൻ കൊടുത്തുകൊണ്ട് കമ്പൈലറിന് മനസ്സിലാവും അതൊരു ഇൻലൈൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അതിൻ്റെ ഡിക്ലറേഷൻ പോയി ചെക്ക് ചെയ്യണ്ട. അങ്ങനെ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ടൈം വേസ്റ്റ് ചെയ്യാണ്ടെന്ന് തന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യും, ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തോളും. ഓക്കെ, അതായത് ഫംഗ്ഷൻ ഇൻലൈൻ ആക്കിയല്ല ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷനിൽ ഇപ്പം ഫംഗ്ഷൻ കോളിൽ നിന്ന് ഡിക്ലറേഷനിൽ പിന്നെ ഡെഫിനിഷനിലേക്കുള്ള ആ ഒരു മൂവ്മെൻറ്റും അതുപോലുള്ള എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് നമ്മൾ ആ ഫംഗ്ഷൻ ഇൻലൈനിൽ കാണുമ്പോൾ തന്നെ കമ്പൈലർ എന്താക്കും, ഡയറക്റ്റ് പോയിട്ട് ഏത് പാർട്ടാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അങ്ങോട്ട് പോയിക്കോളും. ഓക്കെ, ആ ഒരു ഓവർ ഹെഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ ഇൻലൈനായിട്ട് വെക്കുന്നത്. ഇനി ഫംഗ്ഷൻ ഇൻലൈൻ എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞു സ്മോളർ പ്രോഗ്രാം ആകുമ്പോഴാണ് നമ്മൾ ഇൻലൈൻ യൂസ് ചെയ്യുന്നത്. വലിയ ലാർജർ പ്രോഗ്രാംസിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാത്ത കുറച്ച് സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഫോർ ഫംഗ്ഷൻ റിട്ടേണിങ് വാല്യൂസ് ഇഫ് ലൂപ്പ് സ്വിച്ച് ഓർ ഗോ ടു എക്സിസ്റ്റ്, അതായത് വലിയ പ്രോഗ്രാംസ് ഉണ്ട് അതിൽ ലൂപ്പ് സ്വിച്ച് ഗോ ടു അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള കേസിൽ നമ്മൾ ഇൻലൈൻ ആക്കുന്നില്ല. പിന്നെ വേറെ ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷൻ സ്റ്റാറ്റിക് വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതൊരു ഫംഗ്ഷൻ റിക്കേഴ്സീവ് ആണെങ്കിൽ അവിടെ നമ്മൾ ഇൻലൈൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഫോർ ഫംഗ്ഷൻ നോട്ട് റിട്ടേണിങ് എ വാല്യൂ ഇഫ് എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എക്സിസ്റ്റ്, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടും നമ്മൾ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിലും ആ കേസിൽ നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇൻലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാ ഫംഗ്ഷൻസിന് ഒരു കോൾ നടത്തുമ്പം അതെന്ത് ചെയ്യും, ഡിക്ലറേഷനിലേക്ക് പോകണം, അതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകണം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്ത് കുറേ ടൈം CPU ടൈം വെറുതെ കളയുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ്റെ കൂടെ ഒരു ഇൻലൈൻ കീവേഡും കൂടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻലൈൻ കീവേഡ് കാണുമ്പോൾ തന്നെ കമ്പൈലർ മനസ്സിലാക്കും ഇത് സ്മോളർ ഫംഗ്ഷനാണ്, ഇതിൽ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ട് ടൈം കളയണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യും, ഡയറക്റ്റ് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതങ്ങ് എക്സിക്യൂട്ട് ചെയ്തോളും. ഇൻലൈൻ ഫംഗ്ഷൻ നമ്മൾ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാത്ത പോർഷൻസാണ് സ്റ്റാറ്റിക് വേരിയബിൾ വരുമ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഫോർ ലൂപ്പ് സ്വിച്ച് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഫംഗ്ഷൻ റിക്കേഴ്സീവ് അറിയാമല്ലോ. റിക്കേഴ്സീവ് മീൻസ് ഫംഗ്ഷൻ കോൾ ഇറ്റ് സെൽഫാണ് റിക്കേഴ്സീവ് എന്ന് പറയുന്നത്. റിക്കേഴ്സീവിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷന് റിട്ടേൺ ചെയ്യാനൊന്നുമില്ല എന്നിട്ട് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന കേസിലും ഫംഗ്ഷൻ ഇൻലൈനാക്കി നമ്മൾ കൊടുക്കില്ല. ഓക്കെ, ഇനിയുള്ള 2 ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ്സും വേറൊന്ന് കോൺസ്റ്റൻറ്റ് ആർഗ്യുമെൻറ്റ്സും. ഇനി എന്താ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ, ആർഗ്യുമെൻ്റ് ഈസ് നത്തിങ്, എന്താ, വി ആർ ഗിവിങ് ദ പാരാമീറ്റേഴ്സ് ടു ദ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ ഫംഗ്ഷൻ ഡെഫിനിഷൻ. നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പം ആ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ പാർട്ടിൽ അല്ലെങ്കിൽ ഡെഫിനിഷൻ പാർട്ടിൽ അതുമല്ല ഒരു ഫംഗ്ഷൻ കോളിൻ്റെ പാർട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാരാമീറ്റേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പാരാമീറ്റേഴ്സിനാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ആർഗ്യുമെൻറ്റ്സ് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 2 ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത്. എന്താ, നമ്മൾ കോൾഡ് ഫംഗ്ഷനിൽ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ്, അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, അതായത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ആക്ച്വൽ വാല്യൂ ആണ് നമ്മൾ ഫംഗ്ഷൻ കോളിൽ ഉണ്ടാവുക. ആ കോളിലുള്ള നമ്മൾ എന്ത് പാരാമീറ്റർ ആണോ ഉള്ളത് അത് നമ്മൾ ഡിക്ലറേഷനിലേക്ക് അത് മൂവ് ചെയ്യാണല്ലോ ചെയ്തത്. ഡിക്ലറേഷനിലേക്ക് പോകും, എന്നിട്ട് ഡെഫിനേഷനിലേക്ക് അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഡിഫാൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ കോൾ അല്ലെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ സെക്ഷനിൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ പ്രീഡിഫൈൻഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. മനസ്സിലായില്ലേ അല്ലേ? അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റ്, ഫംഗ്ഷൻ നെയിമിന് കൊടുക്കുക ഇൻറ്റ് ഫൺ ഓഫ് ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിലെ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി, നമുക്ക് 2 വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് ഫൺ ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. അപ്പം ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഡിക്ലറേഷൻ ചെയ്യുന്നത്, സെമിക്കോളൻ എൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ബിക്ക് നമ്മൾ ഒരു വാല്യൂ അങ്ങ് കൊടുക്കുക. ബി = 1 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ട് കൊടുത്തു. ഓക്കെ, നമ്മളൊരു വാല്യൂ ഫസ്റ്റേ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും വാല്യൂ ആർഗ്യുമെൻറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ആർഗ്യുമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ്. നിങ്ങളുടെ ഡിഫാൾട്ട് എന്ന് പറയുന്നത് എന്താ, നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ടൊന്ന് കൊടുക്കുന്നു, അതിനാണ് നമ്മൾ ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻറ്റ് ബി = 1 എന്ന് കൊടുത്തു. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മൾ സാധാരണ കോൾ ചെയ്യുക, ഫൺ ഓഫ്
എന്തെങ്കിലും ഒരു വാല്യൂ 5,3 എന്നൊക്കെയല്ലേ കൊടുക്കുക. അപ്പോൾ 5 എന്ന് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഫംഗ്ഷൻ കമ്പൈലർ എന്ന് പറയുന്നത് എൻ്റെ സ്ഥാനത്തേക്ക് 5 അസൈൻ ചെയ്യും. അപ്പോൾ ബീൻ്റെ സ്ഥാനത്ത് എന്താ അസൈൻ ചെയ്യുക? ബീൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓൾറെഡി 1 കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി 1 കൊടുത്തത് കൊണ്ട് എന്ത് ചെയ്യും? ബീൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇത് 1 തന്നെ അസൈൻ ചെയ്തു കൊടുക്കും. ഇനി ഇൻ കേസ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് 5,6 എന്നും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ് മാറിയിട്ട് അവിടെ എന്ത് വരും? ബിക്ക് പകരം 6 വരും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇവിടെ എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെയുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് C++ അലൗസ് us to call a function without specifying all its argument. അതായത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ ആർഗ്യുമെൻറ്റും നമ്മൾ കൊടുക്കുന്നില്ല, ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ കൊടുക്കുന്നില്ല. പകരം നമ്മൾ ഡിക്ലറേഷനിൽ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും? ആ വാല്യൂ ആയിരിക്കും C++ കമ്പൈലർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഫ്ലോട്ട് എമൗണ്ട്, ഫ്ലോട്ട് പ്രിൻസിപ്പൽ, ഇൻറ്റ് പീരീഡ്, ഫ്ലോട്ട് റേറ്റ് ഈസ് ഈക്വൽ ടു 0.15. ഇവിടെ ഈ ഫ്ലോട്ട് റേറ്റ് ഈസ് ഈക്വൽ ടു 0.15 ആണ് എന്ത്? ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഇങ്ങനെ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാമിൽ ഇപ്പോൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു, ഈ വാല്യൂ നോക്കണ്ട, ജസ്റ്റ് എമൗണ്ട് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് 5,000,7 എന്ന് പറയുമ്പം ഈ എമൗണ്ട് ഫംഗ്ഷൻ കോളല്ല ഇവിടെ മെയ്ഡ് ചെയ്തത്. അപ്പോൾ ഈ എമൗണ്ടിൻ്റെ 5,000 എന്ന് പറയുന്നത് പ്രിൻസിപ്പളിൻ്റെ വാല്യൂ, 7 എന്ന് പറയുന്നത് പീരീഡിൻ്റെ വാല്യൂ ആയിരിക്കും. അപ്പോൾ റേറ്റിന് നമുക്കൊരു വാല്യൂ കൊടുക്കണം. അത് ഏത് വാല്യൂ ആയിരിക്കും? നമ്മൾ നേരത്തെ കൊടുത്ത, അതായത് ഇവിടെ കൊടുത്ത റേറ്റിന് ഡിഫാൾട്ട് ആയിട്ടുള്ള ഈ വാല്യൂ ആയിരിക്കും എടുക്കുക. അതായത് ഇത്ര ജസ്റ്റ് ഇത് മാത്രം നോക്കിയാൽ മതി. ഫംഗ്ഷൻ കോളിൽ നമ്മൾ ആർഗ്യുമെൻ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ, ആർഗ്യുമെൻറ്റ്സിൽ നമ്മൾ വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കമ്പൈലർ ഡിക്ലറേഷൻ സെക്ഷനിലുള്ള ഡിഫാൾട്ട് വാല്യൂ എടുക്കും. അപ്പോൾ ആ ഡിഫാൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കുന്ന വാല്യൂസിനാണ് ഡിഫാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഡിഫാൾട്ട് വാല്യൂസ് ആർ സ്പെസിഫൈഡ് വെൻ എ ഫംഗ്ഷൻ ഈസ് ഡിക്ലെയർ. അത് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും വാല്യൂ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഡിഫാൾട്ട് വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഇനി ഇൻ കേസ് നമ്മൾ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, അതായത് ഇതേ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ എമൗണ്ട് ഓഫ് 5,000 5,0.12 എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഒരു ആർഗ്യുമെൻറ്റ് മിസ്സിംഗ് ഇല്ലല്ലോ. ഇവിടെ നമ്മളെ പ്രോഗ്രാമിൽ 3 ആർഗ്യുമെൻ്റാണുള്ളത്. നമ്മൾ കോൾ ചെയ്തപ്പോഴും 3 ആർഗ്യുമെൻറ്റ് കൊടുത്ത്. അപ്പോൾ ആ കേസിൽ എങ്ങനെയായിരിക്കും വാല്യൂ എടുക്കുക? പ്രിൻസിപ്പൽ 5,000 എടുത്തു, പീരീഡ് 5 എടുത്തു. അപ്പോൾ റേറ്റ് 0.15 എടുക്കുമോ 0.12 എടുക്കുമോ? ഇവിടെ നമ്മൾ റേറ്റിൻ്റെ വാല്യൂ ഇട്ടെടുക്കുന്നത് 0.12 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ കോളിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എടുക്കുക. ഇപ്പോൾ അല്ലെങ്കിൽ ഡിഫാൾട്ടായിട്ടുള്ള ഏതാണോ ഉണ്ടാവുക അതായിരിക്കും എടുക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ് മീൻസ് ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ് ആർ നത്തിങ് ബട്ട് വി ആർ സ്പെസിഫൈങ് the arguments, or C++ allows us to call a function without specifying all its argument. In such cases, a function assigns a default value to the parameter which does not have a matching argument in the function call, and default values are specified when the function is declared. അതായത് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഡിഫാൾട്ട് വാല്യൂ കൊടുത്തു. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആ വാല്യൂ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏതാണോ ഡിഫാൾട്ട് വാല്യൂ അതായിരിക്കും വാല്യൂ ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ പുതിയ വാല്യൂ ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റത്തെ ടോപ്പിക്കാണ് കോൺസ്റ്റ് ആർഗ്യുമെൻറ്റ്. കോൺസ്റ്റ് എന്ന കീവേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോൺസ്റ്റ് മീൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ആർഗ്യുമെൻറ്റ്സ് എന്താണെന്നറിയാലോ. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ കോളിലും അതുപോലെ ഫംഗ്ഷൻ ഡെഫിനിഷനും ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ ഒക്കെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സാധനത്തിനാണ്. ഇപ്പോൾ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി കോമ എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വാല്യൂസ് ഇല്ല, അതായത് നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സിൻ്റെ മുന്നേ നമ്മളൊരു കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡും കൂടി കൊടുത്താൽ അതിനെന്ത് പറയും? കോൺസ്റ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻറ്റ് കോൺസ്റ്റ് ഓഫ് ഇൻറ്റ് ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്നത് എന്തായി? കോൺസ്റ്റൻ്റ് ആയി. കോൺസ്റ്റൻ്റ് ആവുമെന്ന് വെച്ചാൽ എന്താ? ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്, ഇറ്റ് കനോട്ട് ബി മോഡിഫൈഡ് അല്ലേ. അതായത് the qualifier const tells the compiler that function should not modify the argument. അതായത് ഈ ആർഗ്യുമെൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആർഗ്യുമെൻറ്റ്സിനെ മോഡിഫൈ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. അങ്ങനത്തെ ആർഗ്യുമെൻറ്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റൻറ്റ് ആർഗ്യുമെൻറ്റ്സ് ഓർ കോൺസ്റ്റ് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, കോൺസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് ഈസ് നത്തിങ് ബട്ട് we are going to make the arguments as constant. That means we cannot modify the value of that argument. ഓക്കെ, അതായത് കോൺസ്റ്റൻ്റ് ആർഗ്യുമെൻറ്റ് നമ്മൾ വാല്യൂ മോഡിഫൈ ചെയ്യാതെ കോൺസ്റ്റൻ്റ് കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിനാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? എന്താ ഡിഫാൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു, എന്താ ഇൻലൈൻ ഫംഗ്ഷൻ എന്നും പറഞ്ഞു. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി വെക്കണം. ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻലൈൻ ഫംഗ്ഷൻ എന്താണെന്നും ഇതിൻ്റെ ഒരു സിൻടാക്സും ഒരു എക്സാമ്പിളും പഠിച്ചു വെക്കണം. ഇൻലൈൻ ഫംഗ്ഷൻ സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ C++ പ്രോഗ്രാംസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു C++ൻ്റെ C++ൻ്റെ സ്ട്രക്ചർ, അതിൽ വരുന്ന ഓപ്പറേറ്റേഴ്സ്, അതിൽ പ്രോഗ്രാം എഴുതുന്നതിൻ്റെ ഒരു ചെറിയൊരു സിൻടാക്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ആർഗ്യുമെൻറ്റ്സിൽ വരുന്ന ഇൻലൈൻ ഫങ്ഷൻസ് എന്താ, പിന്നെ കോൺസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് എന്താ, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്താ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അപ്പം എല്ലാം ഒന്നുകൂടി നിങ്ങൾ നോക്കാം. നോട്ട്സൊക്കെ കറക്റ്റ് നിങ്ങൾ എഴുതുന്നുണ്ട്. സന്തോഷമുണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പം. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.